ഇന്ന് നല്ലൊരു ദിവസമായിരുന്നു. രാവിലെ നല്ല ഇളം വെയിലുണ്ടായിരുന്നു. അതിനുശേഷം ചെറുതായിട്ടൊന്ന് മഞ്ഞ് പൊഴിയാനും തുടങ്ങി. അതൊക്കെ അവിടെ നിൽക്കട്ടെ, ഞാനൊരു കാര്യം പറയട്ടെ. നമ്മുടെ നാടും കാനഡയും തമ്മിൽ 10.5 മണിക്കൂർ വ്യത്യാസമാണ്. അതായത് രാവും പകലും വ്യത്യാസമാണ്. ഇന്നിവിടെ കോഴിക്കോട്ടെ ശനിയാണെങ്കിൽ നമ്മുടെ നാട്ടിൽ ഇപ്പം ഞായറാഴ്ച ആയിട്ടുണ്ടാവും. എന്താലേ ശാസ്ത്രത്തിൻ്റെ ഓരോ വളർച്ചയെ. അതിൻ്റെ ഇടയിൽ എനിക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും നമ്മുടെ പ്രിപ്പറേഷനിലോട്ട് ഞാൻ പോയിട്ടോ. കോഴിക്കോട്ടെ ശനി എന്താണ് എന്നുള്ളതൊക്കെ ഞാൻ കഴിഞ്ഞ വർഷം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോഴേ സുലഭമായിട്ട് എല്ലാവരും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതെന്താണെന്നുള്ളത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിഞ്ഞു കാണുമല്ലോ. ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു ദിവസം തന്നെയാണ് കോഴിക്കോട്ടെ ശനി. അപ്പം ഞാൻ വിചാരിച്ചു ഞങ്ങളുടെ കോഴിക്കോട്ടെ ശനിയുടെ കഥയൊന്ന് പറയാമെന്ന്. അയ്യോ, അങ്ങനെ കഥ എന്ന് പറയുമ്പോൾ നിങ്ങളങ്ങനെ കാട് കയറി ഒരുപാടൊന്നും ചിന്തിക്കല്ലേ. ഈ ഒരു കാര്യം എന്ന് പറയുന്നത് ഞങ്ങളുടെ രണ്ടുപേരുടെയും ജീവിതത്തിൻ്റെ ഇടയിൽ മൂന്നാമത് ഒരു കുഞ്ഞു മാലാക കടന്നു വന്നിട്ടുള്ള ആദ്യത്തെ കോഴിക്കോട്ടെ ശനിയാണ്. കഴിഞ്ഞ 6 മാസമായിട്ട് മമ്മി ഇവിടെ ഉണ്ടായിരുന്നു. മമ്മിയും പോയി. കഴിഞ്ഞ ക്രിസ്മസ് ഒക്കെ ഞങ്ങൾ നല്ല രീതിയിൽ ആഘോഷിച്ചു. പക്ഷെ മമ്മി പോയതിൻ്റെ ഒരു വിഷമം നല്ല രീതിക്കുണ്ട്. ഇതിൻ്റെ ഇടയിൽ ഞാനൊരു കാര്യം കാണിച്ചു തരാം കേട്ടോ. നമ്മളെ കുഞ്ഞു പെണ്ണിനെ പാല് കൊടുത്ത് ഉറക്കി കെടുത്തിയിട്ടാണ് ഞാനിതൊക്കെ ചെയ്യാൻ വന്നത്. അതിൻ്റെ ഇടയിൽ അവളെ എണീറ്റപ്പോൾ അവിടെ ഇരുത്തിയിട്ടാണ് ഞാൻ ബാക്കി കാര്യങ്ങൾ ചെയ്യുന്നതും വീഡിയോ എടുക്കുന്നതും ഒക്കെ. എന്തോ അവൾ വലിയ കുറുമ്പൊന്നും കാണിക്കാതെയാണ് കേട്ടോ ഇരിക്കുന്നത്. എനിക്ക് തോന്നുന്നു അവൾക്ക് ഇവിടുത്തെ രീതികളൊക്കെ നല്ലപോലെ മനസ്സിലായി എന്നുള്ളത്. അപ്പം നമ്മൾ പറഞ്ഞു വന്നത് മമ്മി പോയതിൻ്റെ വിഷമത്തെക്കുറിച്ചാണ്. അങ്ങനൊരു വിഷമം ഉള്ളിലുണ്ടെങ്കിലും നമുക്ക് കുഞ്ഞു വാവ വന്നതിന് ശേഷമുള്ള ആദ്യത്തെ കോഴിക്കോട്ടെ ശനി ആയതുകൊണ്ട് അത് ഇത്തിരി സ്പെഷ്യലാണ്. ഞാൻ നേരത്തെ പറഞ്ഞ കഥയിൽ എന്നോട് 2-3 പേര് ചോദിച്ചായിരുന്നു, ഈ കോഴിക്കോട്ടെ ശനിയായിട്ട് നീ ഇതൊക്കെ ഉണ്ടാക്കാനായിട്ട് നിനക്ക് എവിടെ സമയം? ഈ കൊച്ചിനായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാനൊക്കെ നിനക്ക് പറ്റുമോ? അതിൻ്റെ ഇടയിൽ നമ്മുടെ ആൾ എണീറ്റ് വന്നായിരുന്നു കേട്ടോ. പിന്നെ അവളെ എടുത്തിട്ടാണ് ബാക്കി വീഡിയോ. അതുകൊണ്ട് ഈ വീഡിയോ ക്ലിപ്പൊക്കെ അത്യാവശ്യം വിറച്ചിട്ടാണ് ഞാൻ എടുക്കുന്നത്. കാരണം വേറെ ഒന്നുമല്ല, ഒറ്റ കയ്യിൽ ചെയ്യുന്നതുകൊണ്ട് എനിക്ക് വീഡിയോ എടുക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പം നിങ്ങൾ പറയും, എന്തിനാ കൊച്ചെ ഇത്രയും പാട് കഴിച്ച് ഈ വീഡിയോ ഒക്കെ ചെയ്യുന്നേ? അതിനെനിക്ക് പറയാൻ ഒറ്റ ഉത്തരവേ ഉള്ളൂ. അതായത് വീഡിയോ എടുക്കുന്നതും എഡിറ്റ് ചെയ്യുന്നതും ഒക്കെ എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ഇഷ്ടമാണ്. ഇഷ്ടം എന്ന് പറഞ്ഞാൽ എനിക്കിതൊക്കെ ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ മനസ്സിനെ സന്തോഷിപ്പിക്കുന്ന കാര്യങ്ങൾ ചെയ്യാന്നുള്ളത് എൻ്റെ ഉത്തരവാദിത്വമാണ്. അത് ഞാൻ ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ കൊച്ചിനെ വെച്ചിട്ട് ഇതൊക്കെ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നവരോട് ഒറ്റ ഉത്തരം മാത്രമേ എനിക്ക് പറയാനുള്ളൂ. നമ്മളൊരു കാര്യം മനസ്സറിഞ്ഞ് വേണമെന്ന് വെച്ച് ചെയ്തു കഴിഞ്ഞാൽ എല്ലാം ചെയ്യാൻ നമുക്ക് സമയമുണ്ടാവും. അതത്രേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി കോഴിക്കോട്ടെ ശനി ആശംസകൾ നേരുന്നു. നാട്ടിൽ ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ ഓശാന ഞായറാഴ്ച ആശംസകൾ നേരുന്നു.